എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം സൺഡേ ആണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ചുമ്മാ ഒന്ന് പുറത്തു പോയാലോ? കൊമേഴ്സ്യൽ സ്ട്രീറ്റിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു രാവിലെ ടൈമാണ്, രാവിലെ എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് മുമ്പെയാണ്. അപ്പം അവിടെ വലിയ തിരക്ക് കാണത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. സൺഡേ ആണ് എന്നാലും. അപ്പം നമുക്ക് പോയിട്ട് വരാം. കഴിക്കാൻ പോകാം. ഫുഡ് കഴിക്കാൻ പോകാം. ഇവിടെ നിന്ന് എങ്ങനെ പോകുന്നേ? നമ്മുടെ അടച്ചു നിർത്തിയോ? മധുരം അടിച്ചു. അപ്പൊ പായസം എന്തുകൊണ്ട്? പായസം, പഴം, അരി, മഴക്കാരാണോ? ബാക്കില് ക്യാമറ കൂടെ നോക്കുമ്പോ കൊട എടുത്തിട്ടില്ല കേട്ടോ. അയ്യോ, കൊട എടുക്കാൻ മറന്നുപോയി. മഴ പെയ്യത്തില്ലായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു തമിഴ്നാട് ലഞ്ച്? നമ്മളിങ്ങനെ നടന്ന് കൊമേഴ്സ്യൽ സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. രാവിലെ വരാൻ വിചാരിച്ചിട്ട് ഉച്ചയായി ഇറങ്ങിയപ്പോ നമ്മൾ ഇതിന്റെ ഏത് ഭാഗത്താ ചെന്നെത്തുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. കൊമേഴ്സ്യൽ സ്ട്രീറ്റിന്റെ മറ്റേ നമ്മൾ എപ്പോഴും ആ ഒരു ഏരിയയിലല്ലേ വരുന്നത്. എങ്ങോട്ടാണ് എത്തുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല. ഇതുവഴി ആദ്യമായിട്ട് വരുമോ ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ. ഇപ്പോഴായോണ്ട് വെയിലില്ല, ഈ ഒരു മാസങ്ങളൊക്കെ ആയതുകൊണ്ട് ഇല്ലേ? അല്ലായിരുന്നെങ്കിൽ ഈ നട്ടപ്പുറ വെയിലായെന്ന് ഈ ഒരു സമയത്തൊക്കെ. കൊമേഴ്സ്യൽസ് ഇത്രേ ഉള്ളൂ. എത്തി. നമുക്ക് ഡ്രീം ക്യാച്ചർ വാങ്ങിച്ചാലോ? ബ്ലൂ ഇത്
റംബുട്ടാൻ. മാംഗോസ്റ്റീൻ ഉണ്ട്. ഏത് വഴി? ഇങ്ങോട്ട് വണ്ടികൾക്ക് പറ്റത്തില്ല. ഈ വഴി വണ്ടി കേരളത്തില്ല. അതാണ് ഒത്തിരി ഉണ്ടല്ലോ. സ്പീഡ് പോവണ്ട, പക്ഷെ വണ്ടിയോ ബ്ലോക്ക് ഉണ്ട്. Yes, oh brother. Oh brother. വേണോ അവിടെ വെക്ക്. അല്ല വേറെ സ്ട്രീറ്റ് നോക്കാം. ब्रांडेड का सलवार सूट देखिए, ब्रांडेड का सलवार सूट देखिए. ആ അല്ലെങ്കിൽ വഴി തെറ്റിപ്പോ. അങ്ങ് ഒത്തിരി ഉള്ളിലേക്ക് പോണ്ട. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു ഷോപ്പിംഗ് ഏതാന്ന് നിനക്കറിയാമോ? ഡ്രസ് ഷോപ്പ് ചെയ്യുന്നതാണ് എനിക്ക് ഭയങ്കരമായിട്ട്.
ബാക്കിയെല്ലാം പിന്നെ കുഴപ്പമില്ല. എന്നാലും എനിക്ക് പാത്രങ്ങളും വീട്ടു സംബന്ധമായ കാര്യങ്ങൾ ഷോപ്പ് ചെയ്യുന്നതിനോടാണ് എനിക്ക് താല്പര്യം. നമ്മൾ ഈ MK സ്ട്രീറ്റിലാണ് പോയത്. ഇത് ഫസ്റ്റ് ക്രോസ് ആണ്. കൊമേഴ്സ്യൽ സ്ട്രീറ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് കയറുമ്പോൾ ഫസ്റ്റ് ക്രോസിലുള്ള MK സ്ട്രീറ്റിലേക്കാണ് നമ്മൾ ആദ്യം പോയത്. പിന്നെ നമ്മൾ അതുവഴി തന്നെ തിരിച്ചിറങ്ങിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഈ ഒരു ഇതിൻ്റെ പേര് ഗോളാർ ലെയിൻ എന്നാണ് തോന്നുന്നു. അങ്ങോട്ടേക്ക് ഇപ്പം കയറിയിരിക്കുന്നത്. എനിക്ക് ആ വെള്ള മുത്തിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മേടിക്കാൻ അറിയുന്നവർക്ക് നല്ല സൗകര്യമാണ്. 400 എങ്കിൽ പേ 200 തരും. വലിയ തിരക്കില്ല ഇവിടെ. മറ്റേ നമ്മൾ നേരത്തെ വരുന്ന ആ സമയത്തിന്റെ ആണെന്നുള്ളൂ, ഈ ഉച്ച സമയമായിട്ട്. നമുക്ക് ഈ സെക്കൻഡ് ക്രോസ് എല്ലാം സ്ട്രീറ്റ്. ഏത് ഫുഡാണോ? മോമോസ്, സാൻഡ്വിച്ച്. കൊള്ളാമല്ലോ. എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്താ ഇത് മതി. എന്താ ഈ ഒരു ഇത് കുത്തല് നിനക്കുണ്ടോ? എന്താ നമുക്ക് ഒരു സ്ട്രീറ്റും കൂടെ കയറിയിട്ട് പോകാം. അയാളൊന്നല്ല വേണ്ട. കുറച്ച് കടകളൊക്കെ കണ്ടു വെക്കാം, പിന്നെ ആവശ്യമുള്ളപ്പം വന്ന് വാങ്ങിക്കാം. അല്ല ചുമ്മാ ഇപ്പൊ നമ്മൾ ചുമ്മാ വന്നിരിക്കല്ലേ. ബ്രൈഡൽ എന്താ വീണ്ടും ചുമ്മാ ഓരോരോ വട്ടം ത്തിന്റെ ഒരു ഇതുണ്ട്. നമുക്ക് അവിടെ നിന്ന് പോയിട്ട് നോക്കിട്ട് കുറച്ച് പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ബോട്ടിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് കിട്ടിയില്ല.
कितना है भैया? 150. 150. ചെറുതിനൊക്കെ ഭയങ്കര വിലയാണല്ലോ. ഞാൻ ഇത് ഈ കിടക്കുന്നൊക്കെ ഇഷ്ടപ്പെട്ടു. അധികം കാണാത്ത ഒരു ടൈപ്പല്ലേ ഇത്. ഇവിടാണോ ബുക്ക് ചെയ്യുന്നത്? എന്നാ വാ. ഇതിപ്പോ എവിടാന്ന് എങ്ങനെ മനസ്സിലാവും? ഇതൊക്കെ എനിക്ക് കാണാൻ ഇഷ്ടമാണ്, പക്ഷെ ഞാനിതൊന്നും ഇല്ല. എനിക്ക് കാണാൻ ഇഷ്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പക്ഷെ ഞാനിതൊന്നും ഉപയോഗിക്കത്തില്ല. ആ 2 കിലോമീറ്റർ പോകാൻ 100 രൂപ. ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇനി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ഇവിടുന്ന് ഇതിനകത്തുനിന്ന് പുറത്ത് കിടന്നിട്ട് ബുക്ക് ചെയ്യാം. ഇതിനടുത്തുള്ള മെട്രോ MG റോഡാണോ? വേറെ ഇല്ല? ഞാനായിരുന്നെങ്കിൽ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നടന്ന് നിനക്ക് നടക്കാനുള്ള ഇതുകൊണ്ടാണ്. ഇപ്പൊ നമുക്ക് ഇതിന് പുറത്ത് കിടക്കാമോ? എന്താ അപ്പൊ അതല്ലേ MG റോഡ് മെട്രോയിൽ പോണെങ്കിലോ? ഇവിടെ വലിയ തിരക്കൊന്നുമില്ല, പക്ഷെ ഇതാണ് ഓഫ് കൊമേഴ്സ്യൽ സ്ട്രീറ്റ്. ഡിസ്പെൻസറി, ഇതേ കാർപ്പറ്റുകളുടെ കട ശ്രീഗിരി, ഇതേ കർട്ടൺ വേൾഡ്. ആക്ച്വലി അവന്മാരൊന്നും ഇവിടെ ഉള്ളതായിരിക്കത്തില്ല. സിൽവർ ജ്വല്ലറി, ശരി. ഓഫ് കൊമേഴ്സ്യൽ സ്ട്രീറ്റ്. പക്ഷെ ഇവിടെ വലിയ തിരക്കില്ലേ ഈ ഒരു ഭാഗത്ത്. ഇവിടാണ് നമ്മൾ ക്രോസ് ചെയ്തത്. നമ്മൾ നേരെയല്ലേ നടന്നേ? ഉണ്ട് ക്ഷീണമായ. ചായ കുടിക്കണം. അവസാനം ഇന്ന് കൊറേ നടന്ന ശ്രീഹരി. കൊറേ നാളായി ഇങ്ങനെ നടന്നിട്ട് ആക്ച്വലി. നീ എങ്ങനെ ഓഫീസിൽ പോകുമ്പോഴാ? ഞാൻ നടന്നിട്ട് കൊറേ നാളായി, ഏകദേശം 1 മാസത്തോളമായി. നമ്മൾ വന്ന വഴിയാണ്. എന്നാ ഇവിടെ എന്നാ അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവാം. പക്ഷെ നമ്മൾ ഈ സീസണിൽ വരുന്ന നല്ലത് എന്താണെന്നറിയോ? ഈ സീസണിൽ ഉച്ച സമയത്ത് തിരക്കില്ല, വെയിലില്ല. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഈ സമയത്തൊക്കെ നല്ല വെയിലാവും. ഇതിനു മുമ്പ് ഏപ്രിൽ ആണെങ്കിലും പിന്നെ തണുപ്പ് സമയത്തും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മഴയായിരിക്കില്ല. ഇപ്പം മഴയില്ല ആക്ച്വലി. ഇങ്ങനെ മൂടിക്കെട്ടി കിടക്കുന്നുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ മഴ ഒട്ടുമില്ല.
വല്ലപ്പോഴും എങ്ങനെ പെയ്യും. മെയ് സമയത്തൊക്കെ ആയിരുന്നു മഴ. ഏപ്രിൽ അവസാനം മെയ് ഒക്കെ മഴയായിരുന്നു. മഴ സമയത്ത് വന്നാൽ മൊത്തം ആലിപ്പുളി ഭയങ്കര വൃത്തികേടായിരിക്കും. ഇപ്പം പക്ഷെ കറക്റ്റ് സമയമാണ്. ആക്ച്വലി ഒരു ഉച്ച സമയം എപ്പോഴും നല്ലത്. എല്ലാരും ഒരു 2-3 സമയമൊക്കെ ആകുമ്പോ എല്ലാരും ഉണ്ണാനൊക്കെ പോയി കൊണ്ടുന്ന സമയത്ത് തിരക്ക് കുറവായിരിക്കും. ഞാൻ ഒരു പ്രാവശ്യം കൊമേഴ്സ്യൽ വീണിട്ടുണ്ടോ, നീ ഓർക്കുന്നുണ്ടോ? പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. തിരക്കിനിടെ ഞാൻ വീണു. പക്ഷെ ഇവിടെ ഒരാൾ അതൊന്നും അറിയാതെ നേരെ ഒരൊറ്റ നടത്തുമായിരുന്നു. ഹായ്, അപ്പം നമ്മൾ കൊമേഴ്സ്യൽ സ്ട്രീറ്റിലൊക്കെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്ന് കയറിയുള്ളൂ. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു എൻ ക്ലിപ്പും കൂടെ എടുത്ത് ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ എൻ ക്ലിപ്പ് എടുക്കാൻ ഇത് എഡിറ്റ് ചെയ്യാൻ നേരത്തായിരിക്കും എടുക്കുന്നത്. ഞങ്ങൾ ആക്ച്വലി ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയിട്ടും ഒരു ഉച്ച നേരത്ത് പോയത് കൊണ്ട് നല്ല തിരക്ക് കുറവായിരുന്നു. സാധാരണ ഇനിയിപ്പോൾ ഈ സമയത്ത് ഇറങ്ങി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് എന്താ പറയുന്നത് ഭയങ്കര തിരക്കായിരിക്കും സൺഡേ വൈകുന്നേരമൊക്കെ. അപ്പം ഇപ്പൊ ഈ ഒരു ഉച്ച സമയത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് വെയിലും ഇല്ല മഴയില്ല. അല്ലെങ്കിൽ ആ സമയം ഞങ്ങൾ ഇറങ്ങിയ സമയത്തൊക്കെ നല്ല വെയിലായിരുന്നു. അപ്പൊ ആദ്യം ഞങ്ങള് മറ്റേ MG റോഡിന്റെ അവിടെ ഇറങ്ങി കഴിച്ചിട്ട് അവിടെ നിന്ന് നടന്ന ഓപ്പോസിറ്റ് 1 കിലോമീറ്റർ പോലും ഇല്ല, അത് ക്രോസ് ചെയ്ത് നടന്നു കഴിഞ്ഞാൽ സ്ഥലം എത്തും. ഞങ്ങൾ ഒരു 3-4 ഇങ്ങനെയുള്ള ഗള്ളികളില്ലേ, ഇങ്ങനെയുള്ള സ്ട്രീറ്റുകളില്ലേ, അവിടെയൊക്കെ കയറിയുള്ളൂ. പിന്നെ അങ്ങോട്ട് കുറേ ഉണ്ട്, ഉള്ളിലോട്ടൊന്നും അത്രയൊന്നും പോയില്ല. ഞാൻ പക്ഷെ പൊതുവെ എനിക്ക് വലിയ ഇഷ്ടം, ഞാൻ അത്ര ഒരു ഷോപ്പ് ചെയ്യുന്ന വ്യക്തിയല്ല. ഇങ്ങനെ ഇതിലെല്ലാം നടന്ന് എനിക്ക് കാണാനൊക്കെ ഇഷ്ടമാണ്. എനിക്ക് എന്താ പറയുന്നത് കൂടുതലും കമ്മല്, ഇപ്പം ഇങ്ങനെ വീട്ടു സാധനങ്ങൾ, കിച്ചൺ ഐറ്റംസ്, അതല്ലാതുള്ള വീട്ടു സാധനങ്ങൾ, ഇങ്ങനെയുള്ള ഡെക്കോർ ഐറ്റംസ് അതൊക്കെ കാണാനും ഇത് ചെയ്യാനുമാണ് കൂടുതലും എനിക്കിഷ്ടം. ഡ്രസ്സിൻ്റെ ഏരിയ, ഡ്രസ്സ്, ചെരുപ്പ്, ബാഗ്, ഇതിനൊന്നും വലിയ ക്രേസ് ഇല്ലാത്ത ആളാണ് ഞാൻ. ഇത് തന്നെ ഒരു 2-3 ആയപ്പോഴത്തേന് എൻ്റെ എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് എന്നെക്കാട്ടിലും ഷോപ്പിങ്ങിന് ഭേദം ശ്രീഹരിയാണ്. പിന്നെന്താണ്, അതുകൊണ്ട് ഞാൻ കമ്മലും പിന്നെ ശ്രീഹരിക്ക് ഒരു ക്ലോക്ക് വേണമായിരുന്നു ബെഡ്റൂമിൽ വെക്കാൻ, അത് വാങ്ങിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ല ഡ്രസ്സിന്റെ ഏരിയ ഭാഗത്തേക്ക് ഞാൻ പോയില്ല. ഞാൻ ഇതുവരെ കൊമേഴ്സ്യൽ സ്ട്രീറ്റിൽ പോയിട്ട് ഡ്രസ്സൊന്നും വാങ്ങിച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കമ്മലാണ് ഞാൻ കൂടുതലും കൊമേഴ്സ്യൽ സ്ട്രീറ്റിൽ പോകുമ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ഇല്ലേ, എനിക്ക് 2 ഇഷ്ടപ്പെട്ടു. ഇത് പണ്ടത്തെ കാലത്തേന് ഈ ടൈപ്പ് സ്വർണ്ണക്കമ്മലുകൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനെത്ര 150 ഇതിന്. ആ ഒരു ടൈപ്പ് ഇത് കമ്മലും. പിന്നെ ഇത് 85 രൂപ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് രണ്ടുമാണ് ഞാൻ എടുത്തത്. വേറെ ഉണ്ട് കുറെ. പിന്നെ അവിടെ ഈ ഓക്സിഡൈസ്ഡ് ജ്വല്ലറി അല്ലാതെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് എന്തോ ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ഇങ്ങനെയുള്ള കമ്മലുകളോടാണ്, മറ്റേ ടൈപ്പ് കമ്മലിലും കൂടുതലും കുറച്ചുകൂടി ഇഷ്ടം. പിന്നെ അതുകൊണ്ട് ഞാൻ ഈ ടൈപ്പാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് ഇവിടെ മെയിനായിട്ടും ബാർഗെയിനിങ് ആണ്. ബാർഗെയിനിങ് ചെയ്യാൻ ശരിക്കും ഇതുള്ളവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡ്രസ്സാണേലും കമ്മലാണേലും എന്താണേലും ഇങ്ങനെ നല്ലപോലെ ഷോപ്പ് ചെയ്യുന്നവരുണ്ടല്ലോ, നല്ലപോലെ ഷോപ്പ് ചെയ്ത് കുറേ വാങ്ങിക്കുന്നവർ ബാർഗെയിൻ ചെയ്തൊക്കെ അവർക്ക് ലാഭത്തിലൊക്കെ വേണമെങ്കിൽ എടുക്കാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷെ ഞാൻ ആ ഒരു ടൈപ്പ് അല്ല. എനിക്ക് അത്രയും ഒരു എന്താ പറയുന്നത് ഷോപ്പ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല. എന്തെങ്കിലും നല്ലത് വാങ്ങിക്കുക എന്നുള്ള ഒരു, കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും വാങ്ങിക്കുക എന്നുള്ളതും, പിന്നെ ആവശ്യം ഇപ്പം എനിക്കിപ്പം ഡ്രസ്സ് വേണം, ഡ്രസ്സ് എടുക്കണം എന്നുള്ള എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഡ്രസ്സ് എടുക്കണം
ഡ്രസ്സ് കുറെ ഇതായി, അപ്പം ഡ്രസ്സ് എടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പം പോയി ഡ്രസ്സ് എടുക്കാം. ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന മിക്കവാറും എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടെ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഫിനിക്സിലെ മാക്സിലാണ്. എനിക്കറിയത്തില്ല എന്താണ്, എനിക്ക് അവിടെ ഒത്തിരി കളക്ഷൻസ് ഫിനിക്സ് മാർക്കറ്റ് സിറ്റിയിലെ മാക്സിൽ വരും. അവിടെ ഞാൻ പോയി ഡ്രസ്സ് എടുക്കാറുണ്ട്. പിന്നെ സ്റ്റുഡിയോയിൽ പോയി ഡ്രസ്സ് എടുക്കാറുണ്ട്. സ്റ്റുഡിയോ പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പെട്ടെന്ന് സ്റ്റുഡിയോയിൽ വലിയ തുണിക്കൊന്നും വലിയ ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ച് നാള് യൂസ് ചെയ്യാം, എന്താ പറയുന്നത്, കുറച്ച് നാളൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിൻ്റെ നിറമൊക്കെ മങ്ങി ഒരുമാതിരി ആവും സ്റ്റുഡിയോ. പക്ഷെ മാക്സ് അത്രയും അങ്ങനെയല്ല. ട്രെൻഡ്സിൽ ഇപ്പം ഞാൻ കയറാറില്ല. പിന്നെ ഞാൻ ഓൺലൈൻ മിന്ത്ര, ലിബാസ് അങ്ങനെയുള്ള ബ്രാൻഡിൻ്റെ എനിക്ക് ഇഷ്ടം. അങ്ങനെയുള്ള ടോപ്പുകളൊക്കെ എടുക്കാൻ എനിക്ക് അങ്ങനെ ഓൺലൈൻ ആണ് കൂടുതലും എൻ്റെ ഒരു ഡ്രസ്സ്. ഇത് ഞാൻ വാങ്ങിച്ചുള്ളൂ, ചുമ്മാ അവിടെ പോയിട്ടും പ്രത്യേകിച്ചൊന്നും എനിക്ക് വാങ്ങിക്കാനും പിന്നെ ഞാൻ മറ്റേ ബംഗളൂരു ഉത്സവ പോയി ഒരു വീഡിയോ ഇട്ടിട്ടില്ല, അവിടെ കുറേ കമ്മലുകളുണ്ടല്ലേ, ആ ടൈപ്പ് കമ്മലുകളെല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ നേരെ പകുതി വിലയ്ക്ക് 450 രൂപയ്ക്ക് ഞാൻ മേടിച്ചില്ല, 450 രൂപയൊക്കെ വില പറഞ്ഞ് നല്ല ഭംഗിയുള്ള കമ്മലുകൾ ബംഗളൂരു ഉത്സവം എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു ഇതിലുണ്ടായിരുന്നു. അത് 200 250 രൂപയ്ക്ക് ആ സെയിം ഡിറ്റോ കമ്മലിൻ്റെ കുറേ ഇത് കണ്ടു. ഒത്തിരി വലുത് ഞാൻ എടുത്തില്ല, കാരണം ഒത്തിരി വലിയത് ഇതിപ്പം എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ ഉണ്ടെങ്കിലല്ലേ ഒത്തിരി വലിയതൊക്കെ എടുത്തിട്ട് കാര്യമോ. എനിക്ക് അങ്ങനെയാണ്. അല്ലാതെ ഞാൻ അങ്ങനെ ഒത്തിരി വലിയ കമ്മലുള്ള ഒരു മീഡിയംസ്. പിന്നെ എൻ്റെ മുഖം വലുതല്ലേ, അപ്പൊ അത്യാവശ്യം ഒരു വലിപ്പം ഇല്ലെങ്കിലും വൃത്തികേടാണ്. മുഖം ഇങ്ങനെ ഭയങ്കര വലിപ്പം തോന്നും. ഞാനങ്ങനെ ചെറിയ കമ്മല് പുറത്തു പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഹാങ്ങിങ് കമ്മലുകൾ ഇടാനാണ് ഞാൻ കൂടുതലും ശ്രദ്ധിക്കാറ്. എൻ്റെ മുഖം വലുതായതുകൊണ്ട്, പ്രത്യേകിച്ച് കവിളൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ കമ്മലുകൾ ഇട്ട് കഴിഞ്ഞാൽ മുഖം ഇങ്ങനെ തള്ളി നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പം ഞാൻ കൊമേഴ്സ്യൽ സ്ട്രീറ്റിൻ്റെ ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല, കാരണം അവിടെ പോകുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ആക്ച്വലി എനിക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇപ്പം സമയത്തിരി റെഡിമെയ്ഡ് ബ്ലൗസ് ഇപ്പം വഴി വെക്കണം. ഞങ്ങളൊരു 2 കൊല്ലം മുമ്പ് പോയപ്പോഴത്തേക്കിനും ഞാൻ ഇതുപോലെ റെഡിമെയ്ഡ് ബ്ലൗസിന് വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അപ്പം പക്ഷെ ഞങ്ങൾ വേറെ ഏതോ ഒരു സൈഡിൽ കൂടെ ഒക്കെയാണ് കയറിയത്. ഞങ്ങൾ വണ്ടിയിലാണ് പോയത്. എന്നിട്ട് പാർക്ക് ചെയ്തത് നോ പാർക്കിങ്ങിൽ കൊണ്ടുപോയി അബദ്ധത്തിൽ എല്ലാവരും പാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. അപ്പൊ മറ്റേ പോലീസ് വന്ന് ബ്രേക്ക് ഇട്ടു. പിന്നെ അതിലെ നമ്പർ ഉണ്ടായിരുന്നു, അവരെ വിളിച്ച് എന്നിട്ട് അയാൾ വന്ന് ഫൈനൊക്കെ വാങ്ങിച്ച് അവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം കൊമേഴ്സ്യൽ സ്ട്രീറ്റിൽ പോയിട്ട് ഞങ്ങൾ പെട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ ഞാനൊരു റെഡിമെയ്ഡ് സാരി ബ്ലൗസിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പം എനിക്ക് ഒരു ഇച്ചിരി ഉള്ളിലേക്ക് കയറി ഒരു കടയിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ അതിന്റെ ചെറിയൊരു കവാടം പോലെയുള്ളൂ. ഉള്ളിലങ്ങ് ഭയങ്കര വലിയ റെഡിമെയ്ഡ് ബ്ലൗസിന്റെ എന്ന് വെച്ചാൽ ഏത് സൈസ്, ഷേപ്പ്, ഏത് കളർ, ഏത് സാരി, അങ്ങനെ ഒരു രീതിയിലൊരു ബ്ലൗസിന്റെ ഷോപ്പ് ഉണ്ടായിരുന്നു റെഡിമെയ്ഡിന്റെ. പക്ഷെ അത് എവിടാന്ന് എനിക്കറിയത്തില്ല, അത് കണ്ടുപിടിക്കാൻ പറ്റാതെ. കാരണം ഇവിടെ ചെന്ന് കയറുന്നിടം നമുക്ക് ഭയങ്കര പാടല്ല. നമ്മൾ ഒരു ഷോപ്പിൽ കയറിയിട്ട് പിന്നെ ആ ഷോപ്പ് തന്നെ കണ്ടുപിടിക്കാൻ. അവിടുന്ന് ഞാനൊരു ബ്ലൗസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പോയപ്പം അന്നൊന്നും വഴി വെച്ച് ഇങ്ങനെ റെഡിമെയ്ഡ് ബ്ലൗസ് വിൽക്കുന്നുണ്ട്. ഇപ്പം വഴിയിലൊക്കെ വെച്ച് റെഡിമെയ്ഡ് സാരി ബ്ലൗസ് വിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.